ട്രോഫിയും ഇതൊക്കെ ഉണ്ട്. ഞാൻ കിടലോട്ട് സ്കേറ്റ് ചെയ്യും. ഞാനൊരു സ്കേറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു പണ്ട്. എനിക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കേരള ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽസ് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ സ്ട്രീമർ ആവുന്നത്. മനസ്സിലായ? പിന്നെ സ്ട്രീമിങ്ങും സ്കേറ്റിംഗ് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോ ഞാൻ നിർത്തിയതാണ്. അങ്ങനെ ഞാൻ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. വില്ല് മോനെ, നീ ജോക്കിക്ക് അവിടുത്തെ വീഡിയോ എത്തിച്ചു കൊടുത്തല്ലേ? ഇല്ല. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു നീയാണെന്ന്. ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്തത് യുമാരായിരുന്നു. ജുഗ്രു ആരൊക്കെ കൂടിയിട്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ അടുത്ത 5 വാറില് നീ ഇല്ലേ? 5 വാർ സത്യം. എന്റെ വീഡിയോ നോക്കിക്കോ. ഞാൻ എങ്ങനെ അറിയാൻ പറ്റും? നീ ഞാൻ പൊട്ടനാണെന്നാണ് വിചാരിച്ചേ? എന്ത്? നിന്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് എയർ ഡ്രോപ്പ് ചെയ്തതിന് എങ്ങനെ ഞാൻ എങ്ങനെ നോക്കും? മെസ്സേജ് കൊടുത്തല്ല നിന്റെ ഫോണിൽ ഉണ്ടാവുള്ളൂ. അണ്ണാ ഞാൻ വീഡിയോ ഒക്കെ ബാക്കിയുള്ളവർ അപ്പൊ ഈ വയസ്സാൻ കാലത്ത് ചത്ത് ഈ പ്രായത്തിൽ ഇതൊന്നും ഞാൻ വല്ല അടിയും തിരക്കടാ വിളിച്ചോണ്ട് വന്നെങ്ങനെ സ്ട്രക്ചറിൽ കിടന്ന് പോണ പോലെ പോണത്. കഴിഞ്ഞോ? അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞോ? തല്ലൊക്കെ ആവശ്യത്തിന് മേടിച്ചല്ലേ? ആര് നിന്നെയല്ലേ പറക്കിട്ട് അടിച്ചത്? എന്താ നിന്നെ കാണുമ്പോഴേ ഇപ്പൊ എനിക്ക് സാറ്റലൈറ്റില് പൊറോട്ട അടി RP പ്ലെയർ എന്ന് പറഞ്ഞാണ് വരണം. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. താല്പര്യമില്ല. ഓ അത് നീ ഞാൻ ഒരു 2 മിനിറ്റ് കരയറ്റാളിയാ. നീ മറ്റേ നിന്നെ പോലത്തെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബാൻ മേടിച്ച് പോകുമ്പോ ഞാൻ ആരെ വെച്ച് കളിപ്പിക്കും? നിനക്ക് കണ്ടുള്ള ബാബൂര് പോയി മറ്റേ പൊറോട്ട അടിച്ചാൽ മതി. എനിക്കങ്ങനെയാണോ? അവരുടെ ആൾക്കാരെ കൊല്ലണം, നമുക്ക് മാസം എടുക്കണം, അടക്കണമെന്നൊക്കെ. കണ്ടില്ല കേട്ടാ. അത് പടിയാവേ. നമ്മള് താഴെ എത്തി. കൊമ്പൻ ചരിയാനോ? എടാ വണ്ടിയുണ്ട് എക്സ്ചേഞ്ചിനുണ്ടോ? ദർശനടാ ഫ്രണ്ടിലിരിക്കണേ. ശകുനം പോലെ നിക്കണ. അയ്യോ നീ അത്രക്ക് വലിയ ഉപകാരം ഒന്നും ചെയ്യല്ലേ എനിക്ക് വേണ്ടി. ഇതാണ് ദർശന. ഓ ദർശന കണ്ട ജോക്കി ഇവിടെ ഇരിക്കുന്നതിന്റെ ഓറ പ്രസൻസിലെ ഞാൻ വേറെ ആരെയും ശ്രദ്ധിക്കില്ല. അതെ ഞാനൊരു കാര്യം പ്ലാൻ ഓ ദർശന. അപ്പൊ ദർശന നോക്കോ, നീ ഇപ്പൊ നമ്മളിവിടെ ലഡ്ഡു കൂടി തരണമൊന്നുമില്ല. സിറ്റിസൺസിനടുത്ത് പൊതുവെ ആ പെണ്ണെന്നല്ലേ പറഞ്ഞ ആണ് പെണ്ണ് എല്ലാവരുടെ അടുത്തും. ഓ നമ്മളൊക്കെ നമ്മള് നല്ല കമ്പനിയാണ്. നമ്മളെ ഇപ്പൊ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ജൂനിയർ പമ്പനായിരുന്നോ? ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. എന്തായിരുന്നു പരിപാടി? സംസാരിക്കുന്ന വാസു, നീ സംസാരിക്കണ്ട, നീ സംസാരിക്കരുത്, നീ ഒരു മെമ്പറായിട്ട് സംസാരിക്കുന്നു. ഞാൻ ഡീൽ ചെയ്തോളാം. എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി പോകുന്ന വഴിക്ക് ഒരു കാര്യം പറയാം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ കുട്ടിക്ക് വെടി കിട്ടിയ മീയെ കാണാൻ പോവാം. അവിടെ എല്ലാരും എനിക്ക് അറിഞ്ഞൂടാ. ആ പെണ്ണിനെ കാണാൻ പോയിട്ട് മിലിറ്ററി ബേസിൽ പോയി. എന്നിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നത്. പക്ഷെ നമുക്ക് നേരെ അങ്ങ് പോവാം. എന്തിനാണ് ഇപ്പൊ റേഡിയോ? ഞാൻ നമ്പർ മാറ്റിട്ട് വിളിച്ചതാ. ഇല്ല ഞാൻ അമ്പത്തൂരാണ്. പറഞ്ഞോ. അതല്ല, ഞാനേ സൗണ്ട് കേട്ടപ്പോ മനസ്സിലാക്കിയതാണ്. ഞാനൊന്ന് വിളിച്ചത് ആരൊരാൾക്കായിരുന്നു. ആണല്ലേ? ഞാൻ അമ്പത്തൂരായിരുന്നു. അമ്പത്തൂരാന്ന് മനസ്സിലായി. അമ്പത്തൂരിന്റെ സൗണ്ട് കേട്ടപ്പോഴേ. എന്തിനായിരുന്നു വിളിച്ചത്? അല്ല, എന്റെ ഒരു കുട്ടിക്ക് വിളിച്ചതാ. പക്ഷെ ഇപ്പത്തെ സിസ്റ്റത്തിൽ നമ്പർ ഇങ്ങനെ കാണിക്കോളെ. ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല.
ചന്ദ്രകാന്തം. ജോക്കി പറ. ആ അപ്പം നമുക്ക് രായൻ രായ എന്തുണ്ട് രായ? ഞാൻ ആദ്യം കേടിയൊന്ന് വിളിക്കട്ടെ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. കുറച്ച് കാര്യങ്ങളും ഞാൻ എന്നാ വണ്ടി എടുത്തിട്ട് വരാം ജോക്കി. വണ്ടി എടുത്തു. ജോക്കി ലവ് ദർശന. ഓ, അങ്ങനൊക്കെ സ്പാം ആയി തുടങ്ങിയല്ലേ ചാറ്റില്. എന്ത് ചേട്ടാ പറ. ഞാൻ വീട്ടിലെ പുറത്തു പറയാൻ